ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ 17,680 രൂപ എനിക്കൊരു വെബ്സൈറ്റിൽ നിന്ന് ലോണായി ലഭിച്ചതാണ്. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ കൊടുക്കാതെ തന്നെയാണ് എനിക്ക് ഒരു 17,680 രൂപ ലോണായി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേതാണ് വെബ്സൈറ്റ്, ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൽ അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക. കൂടാതെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് കാമാക്ഷി മണി എന്നാണ്. ഈ ഒരു വെബ്സൈറ്റാണ്. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല, ഇവർക്ക് വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചാടി കയറിപ്പോയി അപ്ലൈ ചെയ്യരുത്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാമാക്ഷി മണി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ത്രൂ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും അല്ലെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാം. വളരെ സിമ്പിളും അതുപോലെ വളരെ സ്പീഡായിട്ടും അവരുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ വളരെ സെക്യൂർഡ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ലെൻഡർ എന്ന് പറയുന്നത് അവ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് NBFC ആണ്. ഈ NBFC RBIയുടെ ലിസ്റ്റ്, RBI അപ്രൂവ്ഡ് NBFCയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അവ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡറാണ് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ലോൺ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ മിനിമം മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഒരു 18,000 രൂപയെങ്കിലും വേണം. കൂടാതെ നമുക്കൊരു സ്റ്റേബിൾ ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആധാർ കാർഡ്, അത് KYCക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ പാൻ കാർഡും വേണം, ഇത് KYCക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ ചോദിക്കുന്നത്. അതുപോലെ ഇവരുടെ പേഴ്സണൽ ലോൺ ഏകദേശം 2 ലക്ഷം രൂപ വരെയാണ്. ഒരു 2000 തുടങ്ങിയിട്ട് 2 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു വെബ്സൈറ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യണം നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് കാണുക. നിങ്ങൾക്ക് ആ ഒരു സ്ക്രോൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അത്യാവശ്യം അത്യാവശ്യം കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ്. പിന്നെ പാൻ കാർഡും ആധാർ കാർഡും ഒരു ബാങ്ക് 3 മാസത്തെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വഴി ഈ ഒരു വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് നമ്മൾ ആ ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ മേലെയായിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. സോ അവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് OTP എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ OTP വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു OTP നിങ്ങളവിടെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തായിട്ട് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ നെയിം, പാൻ കാർഡിലുള്ള പോലെ തന്നെ നെയിം എഴുതുക. കൂടാതെ താഴെയായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതാനുള്ള ഒരു ഓപ്ഷനും കാണുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ഒന്നുകൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പാൻ നമ്പർ കറക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് ആ സ്ക്രീനിൽ വരുന്നതായിരിക്കും. ആ ഇൻഫർമേഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ യെസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഇനി കറക്റ്റ് അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ ആധാർ വെരിഫിക്കേഷനാണ്. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനാണ്. അതായത് ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, അതല്ലാണ്ടും വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആധാർ OTP വഴിയാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ലോൺ പർപ്പസ്, എന്തിനാണ് നിങ്ങൾ ഈ ലോൺ എടുക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. പേഴ്സണൽ എമർജൻസിന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ സാലറി ഡിലേ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ അതിൽ കൊടുക്കുക. അതിനുശേഷം അതും കൺഫേം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതും കൂടെ ഒന്ന് കൺഫേം കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര രൂപ ലോൺ വേണം എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്നുള്ളത് എൻ്റർ ചെയ്യുക. അത് എലിജിബിലിറ്റിക്ക് ശേഷമേ കിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളതെന്ന് ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു 20,000 എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മുടെ ജെൻഡർ ചോദിക്കും, മെയിലാണോ ഫീമെയിലാണോ എന്താണെന്നുള്ളത് ചോദിക്കും. നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഏതാണോ നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്മൾ സിംഗിൾ ആണോ അല്ലെങ്കിൽ മാരീഡ് ആണോ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ ഞാനിവിടെ മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കുക, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ കൊടുക്കുക. ഞാനിവിടെ സിംഗിൾ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം അത് കൺഫേം കൊടുക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ ചോദിക്കും, നമ്മൾ ഏതുവരെ പഠിച്ചു എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഏതാണ് എന്നുള്ളത് കൊടുക്കുക. മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് കൊടുക്കുക, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത് ചോദിക്കും. അവിടെയാണ് നിങ്ങൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ സാലറീഡ് എന്ന് കൊടുക്കുക. നിങ്ങൾ സാലറീഡ് ആയിരിക്കും. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ സാലറീഡ് ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ മോഡ് ഓഫ് പേയ്മെൻറ്റ്, നമ്മുടെ സാലറി എങ്ങനെയാണ് ക്രെഡിറ്റ് ആവുന്നത്. ബാങ്ക് വഴിയാണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കുക, അതല്ല ചെക്ക്, മറ്റ് ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഘടിപ്പിക്കുന്നത് അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ നെയിം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ നെയിം അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ കമ്പനിയുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന താഴെയുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതും കൂടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ജോലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. IT ആണെങ്കിൽ IT, ഇനി ഓട്ടോമേറ്റീവ് എന്താണോ അത് നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലിക്ക് ചെയ്യുക. അതൊന്നുമില്ലെങ്കിൽ അതർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡെസിഗ്നേഷൻ ചോദിക്കും. അതിനുശേഷം നമ്മുടെ മാസ വരുമാനം, നമുക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് എന്നുള്ളത് ചോദിക്കും. ആ ഒരു ഇതും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെയുള്ള സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. അത് എത്രയാണെന്നും കൂടെ അവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 to 5 ഇയേഴ്സാണ് കൊടുക്കുന്നത്. സോ ഞാനത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എത്രയാണ് എക്സ്പീരിയൻസുള്ള കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സാലറി ലഭിക്കുന്ന ഡേറ്റ് എന്നാണ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു കലണ്ടർ പോലത്തെ ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുക. 1-ാം തീയതിയാണെങ്കിൽ 1-ാം തീയതി കൊടുക്കുക, അതല്ല 31-നാണെങ്കിൽ 31 കൊടുക്കുക. എന്നാണോ നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആവുന്നത് അതെന്നാണെന്നുള്ളത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. സോ അതിന് ശേഷം നമ്മുടെ റെസിഡൻസ് ചോദിക്കും. നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ സ്വന്തമാണോ അല്ലെങ്കിൽ നമ്മൾ വല്ല വാടകയ്ക്കാണോ താമസിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഓൺഡ് ആണെങ്കിൽ ഓൺഡ് കൊടുക്കുക, റെൻറ്റഡ് ആണെങ്കിൽ റെൻറ്റഡ് കൊടുക്കുക. ഏതാണോ നിങ്ങളുടേത് അതുപോലെ കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ കറൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സോ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂവിലാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. സോ എനിക്കിവിടെ 17,680 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എമർജൻസി ആയിട്ട് ലോണ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു വെബ്സൈറ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.